നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്തുവാ? മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്. അതിലെ എത്രാമത്തെ സെക്ഷൻ വരെ എത്തി നമ്മൾ? 4ാമത്തെ ലാസ്റ്റ് സെക്ഷൻ. സെക്ഷൻ 4ന്റെ പേരെന്തുവായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ ഡിഫറൻസ് അല്ലേ? അപ്പൊ അതിലെ പേജ് നമ്പർ 80 എക്സസൈസ് 5 ആണ് നമുക്കിനി ചെയ്യാനുള്ളത് അല്ലേ? അപ്പോ ഈ സെക്ഷനിലെ നേരത്തെ ഒരു എക്സസൈസ് നമ്മൾ എഴുതിയിട്ടില്ലയോ ഇതേ ബുക്കിൽ തന്നെ? അതായത് സെക്ഷന്റെ പേര് എഴുതി കഴിഞ്ഞിട്ട് ഒരു എക്സസൈസ് 4 നിങ്ങൾ വർക്ക് ബുക്കിൽ എഴുതിയിട്ടില്ലേ? മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ ഡിഫറൻസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഒരു എക്സസൈസ് 4 നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഉണ്ടോ? അപ്പൊ ഇനി അടുത്ത് എഴുതുക എക്സസൈസ് 5. എക്സസൈസ് 5 ബ്രാക്കറ്റിൽ പേജ് നമ്പർ 80. അപ്പോ കേൾക്കുന്നുണ്ടോ? അപ്പോ കേൾക്കുന്നുണ്ടോ? അപ്പോ ഉണ്ടെന്നില്ല. ഹലോ, എക്സസൈസ് 5 പേജ് നമ്പർ 80 കണ്ടോ? ഇനി ഒന്നാമത്തെ ചോദ്യം കൂടെ എഴുതിയാട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കേ എന്തോ ചോദ്യം. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റർ. ഒരു റെക്ടാംഗിളിന്റെ, ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ കഥാനായകൻ ആരാണ്? പെരിമീറ്റർ ആണ്, റെക്ടാംഗിൾ ആണ്. ആരാണ്? ചതുരമാണ്. ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 70 സ്ക്വയർ സെന്റിമീറ്റർ. ആ റെക്ടാംഗിളിന്റെ, ആ ചതുരത്തിന്റെ ഏരിയ, പരപ്പളവ് എത്രയാണ്? 70 സ്ക്വയർ സെന്റിമീറ്റർ, 70 ചതുരശ്ര സെന്റിമീറ്റർ. അങ്ങനാണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ വിത്ത് ഈച്ച് സൈഡ് 3 സെന്റിമീറ്റേഴ്സ് ഷോർട്ടർ. എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ റെക്ടാംഗിളിനേക്കാൾ, ഒന്നാമത്തെ ചതുരത്തിനേക്കാൾ വശങ്ങളുടെ എല്ലാം നീളം 3 സെന്റിമീറ്റർ കുറവായ വേറെ ഒരു റെക്ടാംഗിൾ ഉണ്ട്. ആ റെക്ടാംഗിളിന്റെ, ആ ചതുരത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ഓൾ സ്റ്റാൻഡ്. ചോദ്യം എല്ലാരും വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. ചോദ്യം വായിച്ചു നോക്കുക, മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. അപ്പോൾ ചോദ്യം മനസ്സിലായോ? അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ എത്ര റെക്ടാംഗിൾ ഉണ്ട്, എത്ര ചതുരമുണ്ട്? എക്സസൈസ് 5. അത് എക്സസൈസ് 4 നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര റെക്ടാംഗിൾ ഉണ്ട്, എത്ര ചതുരമുണ്ട്? 2. അപ്പൊ അടുത്ത് എഴുതുക റെക്ടാംഗിൾ 1, ചതുരം 1. റെക്ടാംഗിൾ 1, ചതുരം 1. എന്നിട്ട് ഒരു റെക്ടാംഗിള് പേന കൊണ്ട് റഫായി വരയ്ക്കുക. അപ്പോ മലയാളത്തിൽ ചതുരം 1, എന്നിട്ടൊരു ചതുരം റെക്ടാംഗിള് റഫായിട്ട് വരയ്ക്കാം. ഒരു റെക്ടാംഗിളിന്, ഒരു ചതുരത്തിന് പ്രധാനപ്പെട്ട 2 അളവുകളാണ്, 2 മെഷർമെന്റുകളാണ് ഉള്ളത്. ഏതൊക്കെ? ലെങ്തും ബ്രെഡ്ത്തും. അതിനെക്കുറിച്ച് എന്തെങ്കിലും, നീളത്തെക്കുറിച്ചും വീതിയെക്കുറിച്ചും എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? നീളത്തെക്കുറിച്ചും വീതിയെക്കുറിച്ചും, ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്ര എന്നല്ല പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത എഴുതുക ലെങ്ത് ഈക്വൽ നീളം സമം, ലെങ്ത് ഈക്വൽ നീളം സമം ഇടുന്നില്ല എക്സ്. അടുത്തത് ബ്രെഡ്ത്ത് ഈക്വൽ വീതി സമം വൈ. രണ്ടൂടെ ചേർത്ത് സപ്പോസ്. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ഇനി ചോദ്യത്തിൽ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആദ്യം പറയുന്ന കാര്യം? ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ, ഈ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? 40. അപ്പൊ എഴുതുക പെരിമീറ്റർ ഈക്വൽ ചുറ്റളവേ സമം, പെരിമീറ്റർ ഈക്വൽ ചുറ്റളവേ സമം 40 യൂണിറ്റ് സെന്റിമീറ്റർ. ബ്രാക്കറ്റിൽ എന്തോ എഴുതും? ഗിവൺ തന്നിട്ടുണ്ട്.
ഓക്കെ. റെക്ടാംഗിളിന്റെ പെരിമീറ്റർ, ചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അപ്പൊ വിച്ച് ഇംപ്ലൈസ് 2 into L plus B equal 2 into L plus B equal 40. അങ്ങനെയാണെങ്കിൽ L plus B equal എന്തോ കിട്ടും? 40 divided by 2, 40 divided by 2. ഈ ലെങ്ത് എത്ര നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നീളം എത്രന്ന്? എക്സ്. അപ്പൊ എക്സ് പ്ലസ് ബ്രെഡ്ത്ത്, വീതി എത്ര? y ഈക്വൽ 40 ഡിവൈഡ് ബൈ 2 20. ഇക്വേഷൻ നമ്പർ 1. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പൊ ഒരു സംശയമുണ്ടോ? ഹലോ. ഇനി അടുത്തത് ഇതേ റെക്ടാംഗിളിനെ കുറിച്ച്, ഇതേ ചതുരത്തിനെ കുറിച്ച് അടുത്തൊരു ഇൻഫർമേഷൻ ഉണ്ട്. എന്തുവാ? എഴുതുക. ഏരിയ പരപ്പളവേ സമം എത്രയാണ്? എത്ര? 70യോ 70ആണോ? 70 യൂണിറ്റ് എന്തുവാ? സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ സ്ക്വയർ. ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് എങ്ങനെയാണ് റെക്ടാംഗിളിന്റെ ഏരിയ, ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത്? L into B equal 70. ഇതിൽ ആരെങ്കിലും അറിയാമോ? അറിയില്ലേ? ലെങ്ത് എത്ര? x into ബ്രെഡ്ത്ത് എത്ര? y ഈക്വൽ x into y നമ്മൾ കണക്കിൽ എങ്ങനെ എഴുതും? xy ഈക്വൽ 70 70. ഇക്വേഷൻ നമ്പർ 2. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഇനി എന്താണ് ചോദ്യത്തിൽ അടുത്തത് ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ വിത്ത് ഈച്ച് സൈഡ് 3 സെന്റിമീറ്റേഴ്സ് ഷോർട്ടർ. വശങ്ങളുടെ എല്ലാം നീളം 3 സെന്റിമീറ്റർ കുറവായ മറ്റൊരു റെക്ടാംഗിളിന്റെ, മറ്റൊരു ചതുരത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പൊ എഴുതുക റെക്ടാംഗിൾ 2, മലയാളത്തിൽ ചതുരം 2. ഓക്കെ. അപ്പൊ ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതായിരിക്കുമല്ലോ രണ്ടാമത്തേത്. അപ്പൊ അതിനേക്കാൾ ചെറുതായ ഒരാളെ അങ്ങോട്ട് വരയ്ക്കാം. എങ്ങനെ ചെറുതാന്ന് മനസ്സിലായി? ചെറുതാന്ന് എങ്ങനെ മനസ്സിലായി? സൈഡ് 3 സെന്റിമീറ്റർ ഷോർട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പറഞ്ഞാട്ടെ. ലെങ്ത് ഈക്വൽ നീളം സമം x മൈനസ്. അടുത്തത് വീതി ബ്രെഡ്ത്ത് ഈക്വൽ y മൈനസ്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണ്ടേ? ഇതിന്റെ ഏരിയ. അപ്പൊ എഴുതുക ഏരിയ പരപ്പളവേ സമം പറഞ്ഞോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഗുണം വീതി. ലെങ്ത് എത്രയാണ്? നീളം x മൈനസ് 3 ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര? വീതി y മൈനസ് 3. ബ്രാക്കറ്റ് ഗുണിക്കാവല്ലോ. x ഇൻറ്റു y xy, x ഇൻറ്റു മൈനസ് 3 മൈനസ് 3x, മൈനസ് 3 ഇൻറ്റു y 3y, മൈനസ് 3 ഇൻറ്റു മൈനസ് 3 പ്ലസ് 9. ബുദ്ധിമുട്ടെന്തെങ്കിലും? നോക്കിക്കോളൂ. അപ്പൊ ആദ്യത്തെ XY നമ്മൾ അതുപോലെ തന്നെ എഴുതുന്നു. എഴുതുക. ഞാൻ ബോർഡിൽ സ്ഥലമില്ലാത്തവരാണ് തുടച്ചിട്ട് എഴുതുന്നത്. നിങ്ങൾ താഴോട്ട് ബാക്കിയായിട്ട് എഴുതുക. ആദ്യത്തേത് അങ്ങനെ തന്നെ എഴുതി XY. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ 2 ടേമുകളിൽ നിന്ന് നിങ്ങൾക്ക് ആരെയെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും? അല്ല, ആലോചിച്ചോട്ട് പറ. ഒരു -3 എടുക്കാം. -3x -3y എന്നല്ലേ കിടക്കുന്നേ. അപ്പൊ ആരെ കോമൺ എടുക്കാം? ഒരു മൈനസിനെ. അപ്പൊ -3 കോമൺ എടുത്താൽ x പ്ലസ് y. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ -3 ഒന്ന് അകത്തോട്ട് ഗുണിച്ചേ. -3 ഇൻറ്റു x -3x, -3 ഇൻറ്റു y -3y. കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തത് പ്ലസ്
പ്ലസ് 9. അപ്പോ ഇത് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ എക്സ് വൈയുടെ വില എത്ര? 70 മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് വൈയുടെ വില 20 പ്ലസ് 9. അപ്പൊ 70 മൈനസ് 3 ഇൻറ്റു 20 60 പ്ലസ് 9 ആണോ? 70യും 9 ആഡ് ചെയ്യണം. 79 മൈനസ് 60. 79ൽ നിന്ന് 60 കുറച്ചാൽ 19 യൂണിറ്റ്. അപ്പോ രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ രണ്ടാമത്തെ ചതുരത്തിന്റെ ഏരിയ പരപ്പളവ് എത്ര വരും? 19 സെന്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെയാണോ ചെയ്തുകൊണ്ട് വന്നവർക്ക് ഉത്തരം കിട്ടിയത്? ഓൾ സ്റ്റാൻഡപ്പ്. അപ്പൂന് മനസ്സിലായ കണക്ക്? ഓക്കെ. അപ്പോ രണ്ടാമത്തെ ചോദ്യം എഴുതിയായിരുന്നോ? ഓക്കെ. എന്താണ് ക്വസ്റ്റ്യൻ? വായിച്ചാട്ടെ. എന്തോ ചോദ്യം? ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്. If the sides of a rectangle are decreased by 1 meter, its area would be 741 square meters. If increased by 1 meter, it would be 861 square meters. What is the area of the rectangle? What is its perimeter? What are the length of its sides? ശ്രദ്ധിച്ചിരിക്കുക. എന്തോ ചോദ്യം? ഉണ്ടെന്നില്ല. If the sides of a rectangle are decreased by 1 meter, അർത്ഥം ഒരു റെക്ടാങ്കിളിന്റെ ഒരു ചതുരത്തിന്റെ വശങ്ങളെല്ലാം എത്ര വെച്ച് കുറച്ചു? 1 മീറ്റർ വെച്ച് കുറച്ചു. Its area would be 741 സ്ക്വയർ മീറ്റർ. അപ്പോൾ അതിന്റെ ഏരിയ എത്രയായി മാറി? 741 സ്ക്വയർ മീറ്റർ ആയിട്ട് മാറി. അപ്പൊ ഇപ്പൊ എത്ര റെക്ടാങ്കിൾ ഉണ്ട്? ഒരെണ്ണം. 2 റെക്ടാങ്കിൾ ഉണ്ട്. പറഞ്ഞോണ്ട് അപ്പൊ എഴുതുക റെക്ടാങ്കിൾ 1. അപ്പോ ചതുരം 1. റെക്ടാങ്കിൾ 1 ചതുരം 1. ഒരു റെക്ടാങ്കിൾ, ഒരു ചതുരം നമ്മൾ റഫായിട്ട് വരയ്ക്കുന്നു. ഇതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, നീളം, വീതി എന്നിവരെ കുറിച്ച് എന്തെങ്കിലും ചോദ്യത്തിൽ പറയുന്നുണ്ടോ? വല്ല പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. വല്ല പറയുന്നുണ്ടോ? ഇല്ല. അപ്പോ മൈക്ക് ഓഫ് ചെയ്തേ. ലെങ്ത് ഈക്വൽ നീളം സമം എക്സ്. അടുത്തത് ബ്രെഡ്ത്ത് ഈക്വൽ വീതി സമം വൈ. രണ്ടൂടെ ചേർത്ത് സപ്പോസ് സങ്കൽപ്പിക്കാം. അപ്പൊ ഇത്ര എഴുതിയോ? ഇനി ഇതിന്റെ സൈഡുകളെല്ലാം 1 മീറ്റർ വെച്ച് എന്ത് ചെയ്തു? കുറച്ചു. അപ്പൊ അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതുക ഇഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ, അടുത്ത വരിയിൽ ഒരു ഹെഡിങ് പോലെ, ഇഫ് ദി സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ആർ ഡിക്രീസ്ഡ് ബൈ, ഇഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ. അപ്പോ മലയാളത്തിൽ ചതുരത്തിന്റെ വശങ്ങളെല്ലാം 1 മീറ്റർ കുറച്ചപ്പോൾ, ചതുരത്തിന്റെ വശങ്ങളെല്ലാം 1 മീറ്റർ കുറച്ചപ്പോൾ, 1 മീറ്റർ കുറച്ചപ്പോൾ, 1 മീറ്റർ അനക്കമില്ല, 1 മീറ്റർ കുറച്ചപ്പോൾ. പറഞ്ഞാട്ടെ. അടുത്ത വരിയിൽ എഴുതുക ലെങ്ത് ഈക്വൽ, അപ്പൊ ഒരു സെക്കൻഡ്. അപ്പൊ അടുത്ത റെക്ടാങ്കിൾ ആയില്ലേ? അടുത്ത ചതുരമായില്ലേ? അടുത്ത ചതുരമായില്ലേ? അടുത്ത റെക്ടാങ്കിൾ ആയോ? എഴുതുക റെക്ടാങ്കിൾ 2. ചതുരം 2. അപ്പൊ
അപ്പൊ ഈ ആദ്യത്തേതിനേക്കാൾ വലുതായിരിക്കുമോ അതോ ചെറുതായിരിക്കുമോ? അപ്പൊ ആദ്യത്തേതിനേക്കാൾ ചെറിയൊരു റെക്റ്റാങ്കിൾ അങ്ങോട്ട് വരയ്ക്കാം, ചെറിയൊരു ചതുരം അങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഇതിന്റെ ലെങ്ത് എത്രയാണ്, നീളം എത്രയാണ്? x-1 ആണോ? ഇതിന്റെ വീതി ബ്രെഡ്ത്ത് എത്രയാണ്? y-. അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ? ഇറ്റ്സ് ഏരിയ വുഡ് ബി 741. ആരുടെ ഏരിയ, ആരുടെ പരപ്പളവ്? ഈ ഒന്നാമത്തേന്റെയോ രണ്ടാമത്തേന്റെയോ? അപ്പൊ എഴുതുക ഏരിയ പരപ്പളവേ സമം ഏരിയ പരപ്പളവേ സമം ഏരിയ പരപ്പളവേ സമം 741 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? മീറ്റർ സ്ക്വയർ ആണോ? സ്ക്വയർ മീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ മീറ്റർ സ്ക്വയർ ബ്രാക്കറ്റിൽ ഗിവൺ തന്നിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് എങ്ങനെയാണ് ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കുന്നത്? അപ്പൊ വിച്ച് ഇംപ്ലൈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ 741. ഓക്കെ, അറിയാവുന്നവരുടെയൊക്കെ വില അങ്ങോട്ട് കൊടുക്കാം. ലെങ്ത് എത്ര, നീളം എത്ര? x-1 ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര, വീതി എത്ര? y-1 ഈക്വൽ 741. ഇനിയും ബ്രാക്കറ്റ് ഗുണിക്കാമല്ലോ. പറഞ്ഞാട്ടെ. x ഇൻറ്റു y xy, x ഇൻറ്റു -1 -x, -1 ഇൻറ്റു y -y, -1 ഇൻറ്റു -1 +1 ഈക്വൽ 741 ആണോ? അപ്പോ എഴുതുന്നുണ്ടോ? അപ്പോ xy -x -y ഈക്വൽ 741 +1 അപ്പുറത്ത് പോട്ടെ, -1. അപ്പോൾ xy -x -y ഈക്വൽ 740, 740. വരച്ച് ബോക്സിലിടുക. ഇക്വേഷൻ നമ്പർ 1. ഹലോ, അങ്ങോട്ട് നീങ്ങുന്നു. അത്രയും വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓൾ സ്റ്റാൻഡപ്പ്. അത്രയും വരെ വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. അടുത്ത ഭാഗത്ത് എന്തോ പറയുന്നേ? ബാക്കി ഈഫ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ എഴുതുക. അപ്പൊ അടുത്ത ഹെഡിങ് ഈഫ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ. ഈഫ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ. അതായത് വശങ്ങളെല്ലാം ഒന്ന് വെച്ച് കൂട്ടി, അപ്പം ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ അണ്ടർലൈൻ ചെയ്യുക. അത് ഹെഡിങ് ആണ്, അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ റെക്റ്റാങ്കിൾ 3 ആയില്ലേ? എഴുതുക റെക്റ്റാങ്കിൾ 3. അപ്പോ ഈ ഒന്നാമത്തേതിനേക്കാൾ വലുതായിരിക്കുമോ അതോ ചെറുതായിരിക്കുമോ? ഒന്നാമത്തേതിനേക്കാൾ വലിയ ഒരു റെക്റ്റാങ്കിൾ ചതുരം അങ്ങോട്ട് വരയ്ക്കാം. ഇതിന്റെ ലെങ്ത്, നീളം എന്ത് വരും അന്നേരം? x+1. ഇതിന്റെ ബ്രെഡ്ത്തോ വീതിയോ എന്താണ്? y+1. അപ്പോൾ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ടോ? ഇറ്റ് വുഡ് ബി 861 സ്ക്വയർ മീറ്റർ. അതാരെ കുറിച്ചാ? ഏരിയ. അപ്പൊ എഴുതുക ഏരിയ പരപ്പളവേ സമം 861 മീറ്റർ സ്ക്വയർ അഥവാ സ്ക്വയർ മീറ്റർ ആണോ?
അങ്ങനെ വരുതോ? അപ്പൊ 861 സ്ക്വയർ മീറ്റർ അഥവാ മീറ്റർ സ്ക്വയർ. എങ്ങനെയാണ് റെക്ടാംഗിളിന്റെ ഏരിയ, ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത്? L ഇൻറ്റു, അപ്പൊ വിച്ച് ഇംപ്ലൈസ് L ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 861 ആണോ? ലെങ്ത് എത്ര, നീളം എത്ര? x+1 ഇൻറ്റു വീതി എത്ര, ബ്രെഡ്ത്ത് എത്ര? y+1 ഈക്വൽ 861 ആണോ? ആണോ? ബ്രാക്കറ്റ് ഗുണിക്കുന്നു, ഗുണിച്ച് പറഞ്ഞാട്ടെ. x ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 1 എക്സ്, 1 ഇൻറ്റു വൈ വൈ, 1 ഇൻറ്റു 1 പ്ലസ് 1 ഈക്വൽ 861. അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ 861 പ്ലസ് 1 അപ്പുറത്ത് പോട്ടെ, -1. അപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ 860. ഇക്വേഷൻ നമ്പർ ഇവിടെ വരെ പിടി കിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ്. അടുത്ത പാർട്ട് വായിച്ചു നോക്കിയാട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഇനി 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഈ റെക്ടാംഗിളിന്റെ ഏരിയ. 1 മീറ്റർ വർദ്ധിപ്പിച്ചപ്പോഴുള്ള റെക്ടാംഗിളിന്റെ ഏരിയ ഉണ്ട് ചോദ്യത്തിൽ, 1 മീറ്റർ കുറച്ചപ്പോഴുള്ള റെക്ടാംഗിളിന്റെ ഏരിയ ഉണ്ട്. ഒറിജിനൽ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ അടുത്തത്, വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ, ഇതിന്റെ പെരിമീറ്റർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അടുത്തത്, ഇതിന്റെ സൈഡിന്റെ ലെങ്തും കണ്ടുപിടിക്കണം. കൂടെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഈ രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ കാര്യങ്ങൾ ചെയ്തു വന്നപ്പോഴേ ഒരു ഇക്വേഷൻ നമ്പർ 1 കിട്ടിയില്ലയോ? അതൊന്ന് വായിച്ചേന് അസ്രയൻ. എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ 7. ഇക്വേഷൻ നമ്പർ ഇരിക്കും. വൈകെ മൂന്നാമത്തെ റെക്ടാംഗിളിന്റെ കാര്യം ചെയ്തു വന്നപ്പോൾ ഇതുപോലൊരു ഇക്വേഷൻ കിട്ടിയില്ലയോ? ഒന്ന് വായിച്ചേ. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ 860. ഈ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെ, അതായത് വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ നമ്മളൊരു നെടുങ്കൻ കണക്ക് ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലേ? അതെങ്ങനായിരുന്നു ചെയ്തതെന്ന് പറഞ്ഞാട്ടെ. ആദ്യം ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് നിങ്ങൾ ഈ 2 ഇക്വേഷൻ കൊണ്ട് എടുത്തിരിക്കുക എല്ലാവരും. ആദ്യം ഈ കൊടുത്തിരിക്കുന്ന 2 ഇക്വേഷൻ കൊണ്ട് എടുത്തെഴുതുക. ആദ്യം ഈ കൊടുത്തിരിക്കുന്ന 2 ഇക്വേഷൻസ് അങ്ങോട്ട് എടുത്തെഴുതുക. സമയമൊന്നും ഇല്ല, 5-10 കഴിഞ്ഞത്. ആ 2 ഇക്വേഷൻസ് അങ്ങോട്ട് എടുത്തെഴുതുക. എഴുതിയോ? അപ്പൊ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇനി ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ എന്ത് ചെയ്യണം? ആദ്യമേ എഴുതുക. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ് എക്സ് വൈയും കൂടെ കൂട്ടിയാൽ 2xy മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ കൂട്ടിയാൽ ക്യാൻസൽ ആയിപ്പോ. മൈനസ് വൈയും പ്ലസ് വൈയും കൂടെ കൂട്ടിയാൽ അതും ക്യാൻസൽ ആയിപ്പോ. ഇനി 740ഉം 860 കൂടെ കൂട്ടണം. പറഞ്ഞാട്ടെ. 0 6 4 10 0 ശിഷ്ട 1 8ഉം 7ഉം 15ഉം 1ഉം 16 1600 1600 ആണോ? അങ്ങനാണെങ്കിൽ ഇവിടെ നിന്ന് എക്സ് വൈയുടെ വില എന്തോ കിട്ടും?
1600 ഡിവൈഡഡ് ബൈ മഴവയോ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എക്സ് വൈ ഈക്വൽ 1600 ഡിവൈഡ് ബൈ 2 800 800. നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞങ്ങ് പോരുത്. വാട്ട് ഈസ് എക്സ്? ലെങ്ത്. വാട്ട് ഈസ് വൈ? ബ്രെഡ്ത്ത്. ദെൻ വാട്ട് ഈസ് എക്സ് വൈ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വാട്ട് ഈസ് ദാറ്റ്? ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ. ഇനി ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി, ഈ റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? അപ്പൊ അടുത്ത് എഴുതുക, ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഈക്വൽ, ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഈക്വൽ ചതുരത്തിന്റെ പരപ്പളവേ സമം സമം 800 800 യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അത് സാർ എഴുതുന്നെങ്കിൽ അപ്പൊ ഒരു പാർട്ടിന് ആൻസർ ആയല്ലോ. ഇനി നമ്മൾ അവിടെ ചെയ്ത അടുത്ത പരിപാടി എന്തുവായിരുന്നു? ഇത് രണ്ടും കൂടെ കൂട്ടുന്നതിന് പകരം ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യും. അപ്പൊ എഴുതുക, ഇക്വേഷൻ നമ്പർ 1 മൈനസ് അപ്പൊ ഒരു ചെറിയ മൈനസിന്റെ പ്രശ്നം വരും. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറയ്ക്കുന്നു. 2 നിന്ന് 1 കുറയ്ക്കുന്നു. 2ന്റെ LHS എന്തുവാടെ? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ മൈനസ് 1ന്റെ LHS എക്സ് വൈ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ 2ന്റെ RHS 860 മൈനസ് 1ന്റെ RHS 740 ആണോ? ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ മൈനസ് അകത്തോട്ട് ഓപ്പറേറ്റ് ചെയ്തേ. മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ 860 നിന്ന് 740 കുറച്ചാൽ 0 നിന്ന് 0 കുറച്ചാൽ 0, 6 നിന്ന് 4 കുറച്ചാൽ 2, 8 നിന്ന് 7 കുറച്ചാൽ 1, 120. ബുദ്ധിമുട്ടുണ്ടെങ്കിലും നോക്കിക്കേ. പ്ലസ് എക്സ് വൈയും മൈനസ് എക്സ് വൈയും ക്യാൻസൽ ആയി പോകും. എക്സ് പ്ലസ് എക്സ് 2x, y പ്ലസ് y 2y ഈക്വൽ 120 ആണോ? ഈ ഇടതുവശത്ത് നിന്ന് ആരെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ? ഒരു 2നെ എടുക്കാം. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു, ഇടതുവശത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, അപ്പുറത്ത് കൊണ്ടുപോയാൽ ഡിവൈഡ് ചെയ്യണം. സോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 120 divided by 2. X plus y is equal to 60. 60. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. ഇതിന്റെ പെരിമീറ്റർ എത്രയാണ്? ഇതിന്റെ ചുറ്റളവ് എത്രയാണ്? ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈയുമാണെങ്കിൽ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് ആരാ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ പെരിമീറ്റർ ചുറ്റളവ്. അടുത്തൊരു എഴുതുക, വിച്ച് ഇംപ്ലൈസ് പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈക്വൽ, പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈക്വൽ ചതുരത്തിന്റെ പരപ്പളവേ സമം 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ 120. ഈക്വൽ 120. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്നാ പിന്നെ അവിടം വരെ ചെയ്ത് നടത്തിയാൽ പോരെ, പിന്നെന്തിനാണ് ഈ 2 സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ എഴുതിയെന്ന്? അത് പുറകാലെ മനസ്സിലാവും. രണ്ടാമത്തെ പാർട്ട് പിടി കിട്ടിയോ? പോൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കാം. ഈ റെക്ടാംഗിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും എത്രയാണ്?
ലെങ്തും ബ്രെഡ്ത്തും എത്ര ആണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ ഒന്നാം ഭാഗം ചെയ്തപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്രകാരം കിട്ടി, എക്സ് വൈ ഈക്വൽ 800 ആണോ? ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 60. എഴുതിയാട്ടെ. മൂന്നാമത്തെ പാർട്ട് നമ്മൾ ചെയ്യുക. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇവരെ രണ്ടുപേരെയും കൂടെ ലിങ്ക് ചെയ്യുന്ന 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. എന്തുവായിരുന്നു എന്ന് പറഞ്ഞാട്ടെ? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. എന്റെ കൂടെ എഴുതിക്കോണം, പിന്നെ എഴുതാൻ ഇരിക്കരുത്. എന്റെ കൂടെ എഴുതിക്കോണം. അറിയാവുന്നവരുടെയൊക്കെ വില അങ്ങോട്ട് കൊടുത്തു പറഞ്ഞാട്ടെ. അറിയാവുന്നവരുടെയൊക്കെ വില കൊടുത്ത് പറഞ്ഞാട്ടെ. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈയുടെ വില. അപ്പൊ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ 60ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈയുടെ വില. എക്സ് വൈയുടെ വില 800. 60ന്റെ സ്ക്വയർ എത്രയാണ്? 60ന്റെ സ്ക്വയർ കൊള്ളാം. 6ന്റെ സ്ക്വയർ 36, പിന്നെ 2 0 കൂടി എത്ര വയ്ക്കും? 3600. 3600. 4 ഗുണം 800 3200. 3600 നിന്ന് 3200 കുറച്ചാൽ 400. 400 ആണോ? അപ്പൊ ഇതാരുടെ വിലയാ? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറിന്റെ വിലയാണ്. അവിടെ നിന്ന് എക്സ് മൈനസ് വൈയുടെ വില എന്തോ എഴുതും? എക്സ് മൈനസ് വൈ ഈക്വൽ റൂട്ട് ഓഫ് 400. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 400ന്റെ റൂട്ട് 20. വരയ്ക്കുക, ബോക്സിലിടുക. ഇവിടം വരെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് നമ്മൾ നേരത്തെ ഇല്ല. അപ്പോഴേ കുറച്ചു മുമ്പേ നിങ്ങൾക്ക് വേണ്ട എക്സ് പ്ലസ് വൈയുടെ വില കിട്ടിയില്ലായിരുന്നോ? അതിന് മുമ്പ് വരെയുള്ള ഇക്വേഷനുകളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം കൊടുത്തേക്കുന്ന ഇക്വേഷൻ നമ്പർ 2 വരെ കൊടുത്തിട്ടുള്ളൂ. വേണ്ടേ? ഇതിനെ 3 എന്ന് വിളിച്ചു. ഇതിനെ 3 എന്ന് വിളിക്കാം. ഇതിന്റെ ചുവട്ടിലോട്ട് മുമ്പേ കിട്ടിയ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ 60. അതിന് ഇക്വേഷൻ നമ്പർ. ഇപ്പോൾ ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ആയി. ആരായി? അപ്പൊ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 1ഉം 3ഉം 4 അപ്പൊ എഴുതുക. ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 4 ഇംപ്ലൈസ് എക്സ് കൂടെ കൂട്ടിയാൽ മൈനസ് വൈയും പ്ലസ് വൈയും കൂടെ കൂട്ടിയാൽ 0 ഈക്വൽ 20 പ്ലസ് 60. അപ്പൊ എക്സ് ഈക്വൽ 80 ഡിവൈഡഡ് ബൈ 2. എക്സിന്റെ വില 40. ആരുടെ വില കിട്ടി? എക്സ് കിട്ടി. അല്ല, എക്സ് മാത്രം പോരാലോ. എക്സ് എന്ന് പറയുന്ന ലെങ്ത് കിട്ടി. ഇനി ആരെ കൂടെ വേണം? അതെന്തോ ചെയ്യും നമ്മള്? അപ്പൊ പുട്ട് എക്സ് ഈക്വൽ 40 ഇൻ ഇക്വേഷൻ നമ്പർ 3 അല്ലെ 4, ഏതായാലും കുഴപ്പമില്ല. ഇക്വേഷൻ നമ്പർ 3 ഇംപ്ലൈസ് 40 മൈനസ് വൈ ഈക്വൽ സാധാരണക്കാരന്റെ അർത്ഥം പറഞ്ഞാൽ 40ൽ നിന്ന് ഏതോ ഒരു നമ്പർ കുറച്ചപ്പോൾ 20 എന്ന് കിട്ടി. നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഈ വൈ ഇങ്ങിപ്പുറത്ത് കൊണ്ടുവരിക, 20 ഇങ്ങിപ്പുറത്ത് കൊണ്ടുവരിക. 40 മൈനസ് 20 സമം 40ൽ നിന്ന് 20 കുറച്ചാൽ 20. 20 ഈസ് ഈക്വൽ ടു വൈ. തിരിച്ചെഴുതിയാൽ y is equal to
ബുദ്ധിമുട്ടുന്നെങ്കിലും. അപ്പൊ ആരുടെ വില കിട്ടി? വൈയുടെ വില കിട്ടി. എക്സും കിട്ടി, വൈയും കിട്ടിയില്ലേ? അപ്പൊ എഴുതുക ലെങ്ത് ഈക്വൽ, ഇത്രയും കഴിഞ്ഞതിന് ശേഷം ലെങ്ത് ഈക്വൽ എക്സ് ഈക്വൽ 40. അടുത്ത ബ്രെഡ്ത്ത് ഈക്വൽ y ഈക്വൽ 20. ആ മീറ്റർ, കാരണം ക്വസ്റ്റ്യൻ അത് പറഞ്ഞേക്കുന്ന യൂണിറ്റ് അല്ല, മീറ്റർ അല്ല അല്ലേ, സ്ക്വയർ മീറ്റർ എന്നല്ലേ. ശ്രദ്ധിക്കാം. മൂന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. when each of two numbers are increased by 1, the product becomes 1271, and when each is decreased by 1, the product becomes 1131. ഒന്നാമത്തെ ചോദ്യം product of the numbers. Second question, what is their sum? Third question, ഒന്നുമില്ല, രണ്ടും ഒരേ ഐഡിയയിലുള്ള ചോദ്യമാണ്. നമ്മൾ അവിടെ ലെങ്തും ബ്രെഡ്ത്തും എക്സ് എന്നും വൈ എന്നും പകരം എടുത്തതിന് പകരമായിട്ട് ഇവിടെ ഒന്നാമത്തെ നമ്പർ എക്സ് എന്നും രണ്ടാമത്തെ നമ്പർ ഫാത്തിമയെ നമ്മൾ വൈ എന്നും പറഞ്ഞുകൊണ്ട് എടുക്കണം. എന്നിട്ട് ആദ്യം ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്, പിന്നെ ഒന്ന് ഡിക്രീസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്, തുടങ്ങിക്കോളൂ പരിപാടി. ഇപ്പുറത്ത് നോക്കി അപ്പുറത്തോട്ട് എഴുതുന്നതിന് കുഴപ്പമില്ല. എഴുതി വരുമ്പോൾ രണ്ടാമത്തെ കണക്കും മൂന്നാമത്തെ കണക്കും ഒരുപോലെ ഇരിക്കരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? ഇപ്പുറത്തെ ഐഡിയ അപ്പുറത്തോട്ട് കോപ്പി ചെയ്യാം, ഇവിടുത്തെ നമ്പർ എടുത്ത് അങ്ങോട്ട് കോപ്പി അടിക്കരുത്. ചോദ്യം വായിച്ചു തുടങ്ങിയട്ടെ. when each of two numbers are increased by 1, the product becomes 1271, and when each is decreased by 1, the product becomes 1131. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. രണ്ട് നമ്പറുകൾ ഉണ്ടായിരുന്നു, ആ രണ്ട് നമ്പറുകളും ഒന്ന് വെച്ച് കൂട്ടിയിട്ട് പ്രോഡക്റ്റ് എടുത്തപ്പോ 1271 കിട്ടി. ആ രണ്ട് നമ്പറിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് പ്രോഡക്റ്റ് എടുത്തപ്പോ 1131 കിട്ടി. നമ്മൾ മുമ്പേ റെക്ടാങ്കിൾ 1, റെക്ടാങ്കിൾ 2, റെക്ടാങ്കിൾ 3 എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ അത് നമ്പർ വെച്ചില്ല. പറഞ്ഞാട്ടെ, ഫസ്റ്റ് നമ്പർ ഈക്വൽ എക്സ്, സെക്കൻഡ് നമ്പർ ഈക്വൽ ഒന്നാമത്തെ സംഖ്യ എക്സ്, രണ്ടാമത്തെ സംഖ്യ വൈ, ബ്രാക്കറ്റിൽ സപ്പോസ്. സ്റ്റെപ്പ് കറക്റ്റ് ആണോ നോക്കി വരണം. ആണോ? ഓക്കെ. ഇനി എന്ത് ചെയ്യണം? അപ്പൊ അടുത്ത ഹെഡിങ് ഇൻക്രീസ്ഡ് ബൈ 1. ഇൻക്രീസ്ഡ് ബൈ 1. അപ്പോൾ ഒന്നാമത്തെ നമ്പർ എന്താകും? എക്സ് പ്ലസ് 1. രണ്ടാമത്തെ നമ്പർ വൈ പ്ലസ് 1. അപ്പോൾ ഇവരുടെ മറ്റെന്തോ ഒരു ചോദിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് എത്രയാണ്? 1271 ബ്രാക്കറ്റിൽ ഓരോ സ്റ്റെപ്പ് നോക്കി വേണേ. which implies x plus 1 into y plus 1 equal 1271. ആണോ? ബ്രാക്കറ്റ് ഗുണിക്കുന്നത് പറഞ്ഞാട്ടെ. x into y xy, x into 1 x, 1 into y y, 1 into 1 1 equal 1271. ആണോ? അപ്പോൾ xy പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ 1271 മൈനസ് 1. അപ്പോൾ xy പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ 1270. ഇക്വേഷൻ നമ്പർ ഇവിടെ വരെ കറക്റ്റ് ആണോ നോക്കിക്കേ. ആണോ?
ഇവിടെ വരെ ആർക്കും തിരുത്താനോ വല്ലതും ഉണ്ടോ? ഇല്ല. ഇനി അടുത്തൊന്ന് പറഞ്ഞേക്കുന്നേ, ഈച്ച് ഈസ് ഡിക്രീസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബൈ 1. അപ്പൊ അടുത്ത ഹെഡിങ് ഈച്ച് ഈസ് ഡിക്രീസ്ഡ് ബൈ 1. ഓരോ നമ്പരും ഫാത്തിമെ ഒന്ന് വീതം കുറച്ചാൽ പറഞ്ഞ സ്റ്റെപ്പ്. ഫസ്റ്റ് നമ്പർ ഈക്വൽ എക്സ് മൈനസ് 1, സെക്കൻഡ് നമ്പർ ഈക്വൽ y മൈനസ് 1. അപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യത്തിൽ പറയുന്നുണ്ടോ? പ്രോഡക്റ്റ് ഈക്വൽ ഗുണനഫലം സമം 1000 1130 ആണോ? 1131 ബ്രാക്കറ്റിൽ ഗിവൺ ആണോ? ആരുടെ പ്രോഡക്റ്റ്, ആരുടെ ഗുണനഫലം? which implies x minus 1 into y minus 1 equal 1131 ആണോ? ബ്രാക്കറ്റ് ഗുണിക്കുന്നു. x into y xy, x into minus 1 minus x, minus 1 into y minus y, minus 1 into minus 1 plus 1 equal 1131 ആണോ? അപ്പോൾ എക്സ് വൈ ഈ രണ്ട് ടേമിനകത്ത് നിന്ന് ആരെ കോമൺ എടുക്കാം? എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ 1131 പ്ലസ് 1 അപ്പുറത്തോട്ടെ. അപ്പോൾ എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ 1131 നിന്ന് 1 കുറച്ചാൽ 1130. ഇക്വേഷൻ നമ്പർ ഇവിടെ വരെ കറക്റ്റ് ആണോ? ഹലോ, ഇവിടെ വരെ കറക്റ്റ് ആണോ? ഈ രണ്ട് ഇക്വേഷൻ എടുത്ത് നമ്മൾ അമ്മാനം ആടാൻ പോവുകയാണല്ലേ? അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം, ആ ഇക്വേഷനുകൾ മാത്രം അവിടെ നിൽക്കട്ടെ. ഇനി എന്തുവാ നിങ്ങൾ ചെയ്ത പരിപാടി? 1ഉം 2ഉം കൂടി ആഡ് ചെയ്തു അല്ലേ? ഇവിടെ വരെ ആർക്കെങ്കിലും തിരുത്താനോ എഴുതാനോ വല്ലതും ഉണ്ടോ? അതിൽ സാർ ഇതൊക്കെ എഴുതിയായിരുന്നു. ആര്യ സാർ എഴുതി. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. എങ്ങനെയാണ് രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുന്നത്? LHS ആഡ് ചെയ്ത് LHS ആക്കുക, RHS ആഡ് ചെയ്ത് RHS ആക്കുക. അപ്പൊ LHS കൂട്ടുന്നു. എക്സ് വൈയും കൂടെ കൂട്ടിയാൽ 2xy, മൈനസ് എക്സും പ്ലസ് എക്സ് കൂടെ കൂട്ടിയാൽ മൈനസ് വൈയും പ്ലസ് വൈയും കൂടെ കൂട്ടിയാൽ 0. ഇനി 1130 1207 കൂടെ കൂട്ടണം. 2400 ആണോ? അപ്പോൾ എക്സ് വൈ ഈക്വൽ 2400 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എക്സ് വൈ ഈക്വൽ 1200. ഇക്വേഷൻ നമ്പർ 3. ഇവിടെ വരെ ഇതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ഇവിടെ വരെ ഓക്കെ ആണല്ലോ. അടുത്ത പരിപാടി എഴുതാനുണ്ടോ? എഴുതാനുണ്ട്, എഴുതി. ഇനി എന്ത് ചെയ്യണം? വായിക്കട്ടെ. ഓക്കെ. ഇനി ഒന്നാമത്തെ ചോദ്യം വായിച്ചോട്ടെ. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? അപ്പൊ അടുത്ത് എഴുതുക. വിച്ച് ഇംപ്ലൈസ് പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഈക്വൽ മിണ്ടുന്നില്ല. എക്സ് വൈ ഈക്വൽ 1200. ഓക്കെ. ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ എന്റെ കൂടെ എഴുതി വരണം കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തത് 1ഉം 2ഉം കൂടെ ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോ ഇത് വലിയ നമ്പരും ഇത് ചെറിയ നമ്പരും. അപ്പൊ ഏതിന്ന് ഏത് കുറയ്ക്കാം? ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറയ്ക്കാം. അപ്പൊ എഴുതട്ടെ, ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. എങ്ങനെയാണ് രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുന്നത്? LHS സബ്ട്രാക്ട് ചെയ്ത് ആദ്യം LHS ആക്കണം. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ 1270 മൈനസ് 1130 ആണോ? പറഞ്ഞാട്ടെ. അപ്പൊ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ
മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ 140 140 ആണോ ആണോ പ്ലസ് എക്സ് വൈയും മൈനസ് എക്സ് വൈയും ക്യാൻസൽ ആയിപ്പോയി. എക്സ് പ്ലസ് എക്സ് 2x y പ്ലസ് വൈ 2y ഈസ് ഈക്വൽ ടു 140. ഈ ഇടതുവശത്തു നിന്ന് ആരെ കോമൺ എടുക്കാം? 2-നെ. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ 140 ആണോ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ 140 ഡിവൈഡഡ് ബൈ, അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ 70. ഇക്വേഷൻ നമ്പർ ഇത്ര എഴുതിയോ? അശ്രദ്ധമാണ്. ഇവിടെ വരെ എഴുതിയോ? എഴുതി. ഇനി എന്താണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. വാട്ട് ഈസ് ദയർ സം? ആ സമല്ലേ കിട്ടിയിരിക്കണേ. അടുത്ത എഴുതി നോക്ക. സം ഓഫ് ദ നമ്പേഴ്സ് ഈക്വൽ, സം ഓഫ് ദ നമ്പേഴ്സ് ഈക്വൽ എക്സ് പ്ലസ് വൈ ഈക്വൽ 70. അത്ര ഓക്കെ ആണോ? അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്തൊരു ചോദ്യം? വാട്ട് ആർ ദി നമ്പേഴ്സ്? അതെങ്ങനെയായിരുന്നു? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy ആണോ? പറഞ്ഞേ. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 70 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1070 സ്ക്വയർ. 7 49 4900 മൈനസ് 4 ഇൻറ്റു 1200 12 4 48 4800. അപ്പോ 100. ഇതായിരുന്നു നമ്മുടെ ഐശ്വര്യ മാഡത്തിന് മുമ്പേ 3100 കിട്ടിയ. അപ്പോൾ എക്സ് മൈനസ് വൈയുടെ വില എന്തോ കിട്ടും? √100. സോ എക്സ് മൈനസ് വൈ ഈക്വൽ 10. ഇക്വേഷൻ നമ്പർ അല്ല 5. 5. ബോർഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും തുടയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 70. ഇക്വേഷൻ നമ്പർ 4. എക്സ് മൈനസ് വൈ ഈക്വൽ 10. ഇക്വേഷൻ നമ്പർ 5. ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇക്വേഷൻ നമ്പർ 4 പ്ലസ് ഇക്വേഷൻ നമ്പർ 5 ഇംപ്ലൈസ് എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് വൈ മൈനസ് വൈ കൂടെ കൂട്ടിയാൽ 0 ഈക്വൽ 70 പ്ലസ് 10. സോ എക്സ് ഈക്വൽ 80 ഡിവൈഡഡ് ബൈ 2. എക്സ് ഈക്വൽ ആരെ കിട്ടി? എക്സിനെ കിട്ടി. ആരെ കിട്ടി? എക്സ് കിട്ടിയ വൈ എങ്ങനെ കണ്ടുപിടിക്കും? put x equal 40 in equation number 4. Equation number 4 implies 40 plus y is equal to, so y is equal to 70 minus 40, y is equal to 30. മൂന്നാമത്തെ പാർട്ടിന് ആൻസർ ആയില്ലയോ? എന്താണ് മൂന്നാമത്തെ പാർട്ട്? വാട്ട് ആർ ദി? ആ പാർട്ട് എഴുതുക. ഫസ്റ്റ് നമ്പർ ഈക്വൽ എക്സ് ഈക്വൽ 40. അടുത്തത് സെക്കൻഡ് നമ്പർ ഈക്വൽ y ഈക്വൽ 30. കംപ്ലീറ്റ് ആയോ? ഓൾ സ്റ്റാൻഡം വായിച്ചു നോക്കി മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം.